ഇപ്പം ഞാൻ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. ഇത് നോക്കിയാലോ, മധുരം ഉണ്ടാവും. പഴുത്തുണ്ട് കണ്ട, ഇവിടെ ഉണ്ട്. ഇതൊക്കെ കിളി കൊത്താനായതാണ്. ഇതാണ് സംഭവം കണ്ടാ. പക്ഷെ ഇതൊന്നും നമ്മുടെ അതിർത്തിയിലുള്ളതല്ല ഈ കാണുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് തന്നെ അതാ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളത്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളതാ മുകളിൽ നിൽക്കുന്നത് മുകളിലൊക്കെ നിൽക്കുന്നത് കുറേ മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് മൂക്കട്ടേന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസം നിന്നാണ്. അപ്പോൾ അത് മൂത്തിട്ടുണ്ട്. കിളികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ അവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. താഴത്തു കൂടെയൊക്കെ കുറേ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കിളികൾക്കും പ്രാണികൾക്കും നമ്മൾ കൊടുക്കണില്ല. അപ്പോൾ നമ്മളതാ ഒക്കെ സെറ്റാക്കിയിട്ട് മാങ്ങ വലിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കാണ്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ നമുക്കിതാ ഈ മരത്തിലാണ് നമുക്ക് കയറാനുള്ളത്. അപ്പോൾ ഇത് കയറാനുള്ള വഴി പറഞ്ഞാൽ ഇങ്ങനെ ചാടണം. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കടന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഇതാണ് കയറാനുള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാധനം ഇപ്പം നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്കിതവിടെ വയ്ക്കാം. ഇപ്പം മോളിൽ കയറിയതിന് ശേഷം മാത്രം നമുക്ക് ഈ തോട്ടി ചോദിച്ചാൽ തരും കേട്ടോ. ഇതേ വലിച്ച് കയറണം. അപ്പം അങ്ങനെയൊക്കെ കയറാം. ചെറുപ്പം കൂരി വെക്കട്ടെ ആദ്യം. അയ്യോ, ഒഴുകാണ്ടിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ചെറിയ മരമായതുകൊണ്ട് പ്രശ്നമില്ല, പെട്ടെന്ന് കയറി പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് അങ്ങോട്ട് പോകാം. ഇനി കുറച്ച് അങ്ങോട്ട് പോയിട്ട് നമുക്ക് തോട്ടി വലിക്കാം. എന്നിട്ട് നമ്മൾ എല്ലാ മാങ്ങയും വലിക്കണ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കില്ല. നമ്മൾ കുറച്ച് വലിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും എല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ കുറച്ച് ഞാൻ കാണിച്ചു തരാം. കുറേയൊക്കെ കിളികളൊക്കെ കൊണ്ടുപോയി. ഇതെവിടെ ഉണ്ട് കണ്ട, അതേപോലെ ഇവിടെ ഉണ്ട്, ഇത് എവിടെ ഉണ്ട്, പിന്നെ ഇതെവിടെ ഉണ്ട്. ഒക്കെ നമുക്ക് കൈ കൊണ്ട് വലിക്കാൻ പറ്റുന്നതാണ്. അയ്യോ, ഇതാണ്ട ഇവിടെ ഉണ്ട്, ഇത് ഇവിടെ, പിന്നെ ആ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെ ഒന്ന് പഴുത്ത് നിൽക്കണ്ടായിരുന്നു. എവിടെ നമ്മ ഒന്ന് പഴുത്ത് നിൽക്കണ്ടായിരുന്നേ? ഇവിടെയാ? അതാ നിൽക്കണ പഴുത്തിട്ട്. ഇതാ ഈ നിൽക്കണ ഈ ഒറ്റ മാങ്ങാണ്ട് അത് പഴുത്താണ്. അതപ്പോൾ ഒപ്പം വലിക്കുക. എങ്ങനെ വലിക്കുക? ഈ സൈഡൊക്കെ കണ്ട കുറച്ചുണ്ട്. ഇവിടെയൊക്കെ കുറച്ച്. ഇതൊക്കെ നമുക്കിന്ന് വലിച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ നമുക്കിന്ന് വലിച്ചെടുക്കണം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനി നിർത്തി പറഞ്ഞാൽ ശരിയായില്ല. ഇനി നിർത്തിയിട്ട് പറഞ്ഞാൽ നമുക്കൊന്നും തിന്നാൻ കിട്ടില്ല. സംഭവം നല്ല മധുരമുള്ളതാണ്. കണ്ട, ഇതൊക്കെ നമുക്കിങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് വരുക്കാം. ചുണങ്ങ് മേൽത്തരച്ച പണി കിട്ടും. അതേപോലെ തന്നെ ഇതെവിടെയുണ്ട് കണ്ട. അപ്പോൾ നമുക്ക് തോട്ടി ആദ്യം മേടിച്ചെടുക്കാം അമ്മൻ്റെ അടുത്ത്. അമ്മ, തോട്ടി തരി. ഇതെവിടേക്കിടാ? ഈ ഭാഗത്തൊക്കെ ഉണ്ട് കുറച്ച് കണ്ട. ഈ ഭാഗത്ത് മുകളിൽ, പിന്നെ അവിടെയൊക്കെ ഉണ്ട് കണ്ട. എവിടെയുണ്ട്? ഇത് ഈ സൈഡ് എവിടെയൊക്കെ കുറച്ചുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്ത് ഉണ്ട്. നമുക്കേ വലിക്കാമല്ലോ, എന്തായാലും പറഞ്ഞു നിൽക്കണില്ല. അപ്പോൾ നമുക്കിത് വലിക്കാനുള്ള ആയുധം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് വലിക്കാനുള്ള ആയുധം പറഞ്ഞതാ ഇതാണ് സാധനം കണ്ട. അതിലൊരു ചെറിയൊരു കൊക്കിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കണ്ട. ഈ ഒരു കൊക്കി കൂടെ ഞാൻ വലിച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു മാങ്ങ ഞാൻ വലിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ട, നമ്മൾ നേരെ ഈ മാങ്ങനെ ആദ്യം ഈ ചാക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കുക കണ്ട. നമ്മൾ നേരെ ചാക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കി എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കൊക്കി ഇട്ടിട്ട് ഒരൊറ്റ വരി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായി കണ്ട, ഇതിൻ്റെ ഉള്ളിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രിക്ക്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് ഫുള്ളും വലിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അമ്മ അവിടെ താഴത്ത് നിൽക്കുന്നുണ്ട് കണ്ട. അമ്മ താഴത്ത് ട്രേം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ മാങ്ങയൊക്കെ നേരെ അമ്മൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ ആ ട്രേയിൽ നിറയ്ക്കും. ഇതാ അമ്മ പിടി. ഇത് താഴെ പോണ്ട, അത് മാറ്റി ഇതിലുള്ളോട് തളി.
ഇങ്ങോട്ട് വരുന്നു, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറേണ്ടി വരില്ലേ? അതിനുള്ളിലുള്ള അടിക്കുക ആദ്യം. ആ തോട്ടി പോയി, തോട്ടി പോയി, തോട്ടി പോയി. അമ്മ ആദ്യത്തെ നേരെ ട്രയലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേ ഒരു മെത്തഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മാങ്ങ, അതായത് ഈ മരത്തിലുള്ള മൂത്തത്, ഈ കിളികൾ കൊത്തിക്കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള എല്ലാ മാങ്ങകളും നമ്മൾ വലിച്ചെടുക്കാൻ പോകണ്ട. ഇവിടെ എല്ലാവരും ഉണ്ട്, കുറേ ഉണ്ട്. ഈ മാങ്ങ മരത്തിന്റെ ചുറ്റും ഉണ്ട് കേട്ടോ. ചെറിയ മാങ്ങ, ചെറിയ മരമാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ അധികം എടുത്തു തന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വലിച്ചില്ലേ, അതേപോലെ തന്നെ ഇതിനുള്ളിലുള്ളൊക്കെ വലിക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഞാൻ വലിച്ച് കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി ഞാൻ മൊത്തത്തിൽ വലിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് എത്ര വലിച്ചു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഉണ്ട് ഈ രണ്ടെണ്ണം മുകളിലത്തെ, ഈ രണ്ടെണ്ണം അവിടെ കൊളുത്തുണ്ട്. കൊളുത്തുക, ഒരൊറ്റ വലിക്കല്. എന്താണ് വലിച്ചു, അതിൻ്റെ ഉള്ളിൽ പൊട്ട് കണ്ട. അപ്പോൾ ഇതേപോലെ മൊത്തം വലിക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് മാങ്ങയൊക്കെ വലിച്ചപ്പോഴേ ഒന്ന് ക്ഷീണിച്ചു. അപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുകയാണ്. അമ്മേൻ്റെ അടുത്ത് താഴത്തുനിന്ന് ഒരു കവർ തരാൻ പറഞ്ഞു. കുറച്ച് കൈ കൊണ്ട് വലിക്കാൻ പാകത്തിന് കുറച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മതി ഇരുന്നത്, ഇനി അണിച്ചിട്ട് കുറച്ച് കൈ കൊണ്ട് വലിക്കാനുള്ളതിനെ നമുക്ക് വലിക്കാം. ഓക്കെ, ഇവിടെ വരണമുണ്ട്. ഇതാണ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ ഉണ്ട് വരണം. അമ്മ താഴത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളെ കത്തയെ കണ്ടിട്ടുള്ളൂ അമ്മ. വലിയൊരു സൈഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ വലിച്ചു തോന്നുന്നു. ഇതാ ഒരെണ്ണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഈ കവറിൽ ഇങ്ങനെ ഇടാന്നുള്ളൂ. ഓക്കെ, ഇനി കുറച്ച് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പൊട്ടി കൊണ്ട് വീഴുമോ? പൊട്ടി കൊണ്ട് വീഴും അമ്മ. പൊട്ടി പോണ വേറെ എവിടെ ഉണ്ടാവില്ല, താഴെ തന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ട് രണ്ടോ. വേണ്ട, അയ്യോ അത് ചെറുതാണ്, അത് വിടട്ടെ, അത് വേണ്ട. പിന്നെ ഇവിടെ രണ്ടോ. പിന്നെ അത് ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തുള്ളല്ലോ വഴിയുണ്ട്. പിന്നെ പൊട്ടു അമ്മ ഇല്ലല്ലോ. ഇതാണ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ കിളി കൊത്താനായതാണ്. ഇവിടെ എവിടെയോ കൊത്തി നിൽക്കുന്നുണ്ട് കിളി. പിന്നെ ആ നിൽക്കണത് നമുക്ക് കൈ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ അറിയില്ല. ഇത് കിട്ടി. അയ്യോ, വലിക്കണ്ടാവാണ്ട് വിട്ടതാണ്. നമുക്ക് ഇത്രയും ചെറിയതിനെ കിളികൾ വെറുതെ വിട്ടില്ല കണ്ട. പിന്നെ നമ്മളതിനെ വെറുതെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഈ കവറിപ്പോൾ എവിടെയും തൂക്കി വെക്കട്ടെ. കവറ് തൂക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അങ്ങോട്ട് അപ്പൊ ഒന്ന് വലിച്ച് ഒന്ന് താഴെ പോയി. കിട്ടിയാ? അപ്പോ ഇവിടെ ഒന്നുണ്ട്. എങ്ങനെ ഒന്ന് കുലുക്കിയാലോ? കുലുക്കിയാ ചിലപ്പോ വീഴും. മുട്ടുമണിക്കും വീഴുണ്ട്. എങ്ങനെ കുലുക്കുമ്പോഴേക്കും വീഴുണ്ട്, പക്ഷെ കുലുക്കിയതിന് കൂടുതൽ ഞാനും വീഴുവോ? കുലുക്കി നോക്കല്ലോ, കുലുക്കട്ടെ. വീണാ? ഒന്നും വീണണ്ട. അപ്പൊ വീഴാൻ പാകത്തിനൊന്നുമില്ല. ഇവിടെ വരണുണ്ടേ, വലിക്കട്ടെ. താഴത്തുനിന്ന് മേലേക്ക് നോക്കി നിങ്ങൾ കാണാം. അയ്യോ,
ഈ ഒരു ഭാഗത്തെ കഴിഞ്ഞു. പിന്നെ അവിടെ അറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് തോട്ടി കൊണ്ട് വയ്ക്കാം. എവിടെ അമ്മ തോട്ടി കയറ്റി? അയ്യോ, ഇതിങ്ങനെ ഇറങ്ങി പോകണല്ലോ. നിക്ക് പോക്കി തോട്ടി പോക്കി ഒറ്റേ ആ കിട്ടി. കൊക്കിൽ കൊടുത്ത് താഴെ കിട്ടിയരാ. കുറച്ച് വലിച്ചാൽ നമുക്ക് താഴേക്ക് ഇറക്കി കൊടുക്കാം. ഇതോ കവറിലാണ്ടോളി, തോട്ടി പിടിച്ചോളി. ആ പിന്നെ ഞാൻ മെല്ലെ എടുത്തിട്ടാ മേടൂടമ്മ. ഞാനില്ലേ ഇതിവിടെ ഒരെണ്ണം കണ്ടുട്ടാ, കാണിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഒരു മാങ്ങ കണ്ടുട്ടാ, അത് പഴുത്തുണ്ട്. നമുക്ക് അതിന് ഒന്ന് വലിച്ചാലോ ആ സാധനത്തിന്. നിൽക്കി ഒരു മിനിറ്റ് നമുക്ക് അതിനൊന്ന് വലിച്ചു നോക്കാം. കിട്ടും, മുട്ടാത്ത മുന്നേ വീഴും, അത് ഉറപ്പാണ്. ഇവിടെ നിൽക്കണ്ട് സാധനം. മുട്ടുമോ? ഓ കിട്ടി. വീണ്. ഇത് പഴുത്താണ്. എങ്ങനെ? ആ അതിന് തന്നെ. ഇതാണ്ട ഏകദേശം കുറച്ച് പഴുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ലോണം പഴുപ്പൊന്നും ആയില്ല, എന്നാലും കുറച്ച് പഴുത്തുണ്ട്. നമുക്ക് അടിച്ചു നോക്കിയാലോ, അതിലുണ്ടാവും അതിന്. പഴുത്തുണ്ട്. മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇത് വെച്ച് മാങ്ങ വെച്ചിട്ട് നമ്മളതാ പഴുത്ത മാങ്ങ മരത്തിന്റെ മുകളിൽ തന്നെ ഇരുന്ന് തിന്നാണ്. മരുന്നൊന്നും അടിക്കാത്ത കാരണം നമുക്ക് കഴിയില്ലെങ്കിലും കുഴപ്പമില്ല. വേറെ കിളികളൊന്നും കൊത്തിയിട്ടില്ലല്ലോ. കണ്ടോ, ഒന്നും കൂടി കടിച്ചു നോക്കട്ടെ. അടക്കുന്നതള്ള ഒരാൾ താഴത്ത് വന്നിട്ട് വെള്ളം ഇറക്കണ്. നിങ്ങൾ നോക്കിയ അമ്മ, ഇങ്ങോട്ട് നോക്കിയ. അയ്യോ അയ്യ, നിങ്ങൾ നോക്ക്. തല അതൊക്കെ താഴേക്ക് തന്നെ വരുന്നത്. വൈകി അംഗം താഴത്തിരുന്നെ ഞാൻ തിന്നു നോക്കിട്ട് വെള്ളം ഇറക്കണം. ആ മധുരമുണ്ട് നമ്മ. അതാണ് പിന്നെ അത് അങ്ങനെ താഴെ വീണ് കിടക്കണം ഇല്ലേ. അവിടെ നിൽക്കുന്നുണ്ട്, പകുതി മുക്കാൽ നിന്നിട്ട് അതിൽ ബാക്കി നിൽക്കണം. അത് വലിക്കാം. അങ്ങനെ മാങ്ങ വലിക്കലും കഴിഞ്ഞു, പിന്നലും കഴിഞ്ഞു. ഇതിന് അണ്ടി നേരെ കളയാം അല്ലേ. ഇവിടുത്തെ ഞാൻ പിടി അണ്ടിയും പോയി മാങ്ങയും പോയി, ഞാൻ മാത്രമായി. ഇപ്പൊ ഞാനേ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ മരത്തിൽ കയറാൻ, അതായത് മാങ്ങ വലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. നോക്കിയോ, ഈ മാങ്ങ നിൽക്കണതാണ്. അങ്ങനെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ. നോക്കോട്ടാ, ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് സംഭവം, കണ്ടാ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ മാങ്ങ ചെറിക്ക് വെള്ളം ഒഴിച്ചിട്ട് വളർത്തിയതാണ്. കേൾക്കണ്ട,
കേൾക്കുന്നുണ്ട്. എല്ലാട്ടാ തനിയെ മാറുന്നു വന്നാൽ മതി. അതുകൊണ്ട് ഇതിങ്ങനെ കൊത്തി പോണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് വലിക്കാനും കയറിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇനി ഞാൻ വീഡിയോ എടുക്കണില്ല. ഇനി എല്ലാം വലിച്ചായിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇനി ലാസ്റ്റേ ഞാൻ വീഡിയോ എടുക്കുള്ളൂ. ഇനി ഇതെവിടെയൊക്കെ ഉണ്ട് നിറയുണ്ട്. എപ്പുറത്തുണ്ട്, അവിടെയുണ്ട്, അവിടെ കുറെ വലിക്കാണ്ട്. ഇനി അതൊക്കെ നമുക്ക് വലിക്കാം. എന്നിട്ട് ഞാൻ ലാസ്റ്റ് താഴെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഓക്കെ. അപ്പൊ ഇതെന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് താഴെക്കിടാം. വല്ല കിളികളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് കൊത്തി കഴിക്കട്ടെ. അപ്പൊ ഫോൺ ഞാൻ താഴെ കൊടുക്കണം. ഇനി ഫുള്ള് ഇതൊക്കെ വലിക്കട്ടെ. വേണ്ട, ഒരു പ്രാവശ്യം ഞാൻ മുകളിൽ നിന്ന് കുലുക്കിയപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇവിടെ ഒരാളിതാ പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത്ര കിട്ടുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് മാങ്ങകളുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട. പക്ഷേ ഇതൊന്നും നമ്മുടെ അതിർത്തിയിലുള്ളതല്ല. ഈ കാണുന്നത് ഇതൊക്കെ ആ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മളത് തുടർന്ന് പോലുമില്ല. നമുക്ക് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടി. ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വേണ്ട കയറുമ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ വേഷം കണ്ടാ. അങ്ങനെ നമ്മൾ കുറേ നേരം ഒരു 1.5 മണിക്കൂർ നമ്മൾ മുകളിൽ പോയി മല്ലിക്കെട്ടി കുറേ മാങ്ങ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിച്ച മാങ്ങ ഞാൻ കാണിച്ചു തരാം. ഇതാണോ, അയ്യോ, ഇത്രയും മാങ്ങ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ട്രേ ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 10-20 കിലോ എന്തായാലും ഉണ്ടാവും. 20-ന് മുകളിലുണ്ടാവുന്ന ഡൗട്ട്. അയ്യോ, ഇതെവിടെയുണ്ട്, ഇതെവിടെയും കുറച്ചുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറേ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി ഇതേപോലെ കുറച്ചും കൂടി വലിക്കാനുണ്ട്. ഏകദേശം ഇതിൻ്റെ ഇത്ര നമ്മൾ വലിച്ചെടുത്ത് അത്രയും കൂടി ഉണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് പിന്നെ ഒരു ദിവസം വലിക്കാം. എനിക്കിന്ന് വയ്യ, ഇന്ന് മതിയായി. പിന്നെ ഒരു കല്യാണം ഉണ്ട്, അങ്ങോട്ട് പോകണം. ഓക്കെ. അപ്പോൾ നമ്മളിതാ ഇത്രയും വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അടുത്ത ദിവസം ഞാൻ ഒന്നും കൂടി വരാം. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയിട്ടൊന്ന് അടിച്ചു പൊട്ടിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തണു. അപ്പോൾ ഇതേപോലത്തെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരാം. ഓക്കെ. എന്നാൽ ശരി, എന്നാൽ ബൈ. അയ്യോ.